വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മുക്കം KSEB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് അഡ്വക്കേറ്റ് K. ജയന്ത് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ലാഭം മാത്രം നോക്കിയും അഴിമതി ലക്ഷ്യം വെച്ചു മാത്രം വൈദ്യുതി കരാർ റദ്ദാക്കലും പുതുക്കലും നടത്തി പാവപ്പെട്ടവന്റെ തലയിൽ അമിതഭാരം കെട്ടിവെക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള സമരം സംസ്ഥാനമാകെ ആളിപ്പടരുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയന്ത് പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ KSEB ഓഫീസ് മാർച്ച് മുക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വൈദ്യുതി ചാർജ് വർധനവ് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ആര്യടൻ മുഹമ്മദ് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 4 രൂപ 29 പൈസക്ക് 2045 വരെ വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘകാല കരാറ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായും നെയ്വേലി ലിഗ്നറ്റ് കോർപ്പറേഷനുമായും ഒക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ദുരൂഹമായ സാഹചര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് കരാറിനകത്ത് ചില ഇറഗുലാരിറ്റികൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 4 രൂപ 29 പൈസ നിരക്കിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന വൈദ്യുതി കരാർ റദ്ദാക്കുക. മുക്കം മിനി പാർക്കിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. മാർച്ച് KSEB ഓഫീസിന് സമീപത്ത് പോലീസ് തടഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സണ്ണി പെരികിലന്തറപ്പേൽ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. സിറാജുദ്ദീൻ, DCC വൈസ് പ്രസിഡന്റ് അന്നമ്മ മാത്യു, DCC ജനറൽ സെക്രട്ടറി CJ ആന്റണി, BP റഷീദ്, മണ്ഡലം പ്രസിഡന്റുമാരായ സമാൻ ചാലൂളി, M. മധുമാസ്റ്റർ, സുജാ ടോം, മുഹമ്മദ് പാതിപ്പറമ്പൻ, DCC മെമ്പർ MT അഷ്റഫ്, അബ്ദു കോയങ്ങോറൻ, KT മൻസൂർ, ഷീജ നെല്ലിക്കൽ, റീന പ്രകാശ്, AM നൌഷാദ്, ഷിജു തോട്ടത്തിൽ, UP മുഹമ്മദ്, തനുദേവ് തുടങ്ങിയവർ സംസാരിച്ചു. OK ബൈജു, മുനീർ ഗോതമ്പറോഡ്, സുബ്രഹ്മണ്യൻ മാട്ടുമുറി, കണ്ണൻ ചെറുവാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.